ഉഷയും സരളയും രാവിലെ മോർണിംഗ് വാക്കിന് ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ ഇന്ന് സരള ഒറ്റയ്ക്കാണ് പാർക്കിൽ വന്നത്. ഉഷ വരാൻ ഇത്തിരി താമസിച്ചു. പാർക്കിൽ അപ്പോഴേക്കും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. സരള യോഗ ചെയ്യാൻ റെഡിയാവുകയായിരുന്നു. അപ്പോഴേക്കും ഉഷയും എത്തും. എന്ത് പറ്റി ഉഷേ, നീ പാർക്കിൽ വരാൻ ലേറ്റായി പോയല്ലോ. ഞാൻ നിന്നെ ഫോണും വിളിച്ചിരുന്നു, സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞേ. നീ ഉറങ്ങുമെന്നാ കരുതി, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നു. രാത്രി ലേറ്റായോ ഉറങ്ങാൻ? അയ്യോ അല്ല, നേരത്തെ ഞാൻ ഉറങ്ങിയതാ. പക്ഷെ എന്നത്തെയും പോലത്തെ പ്രശ്നം തന്നെ, എന്തു പറയാൻ. ആണോ? അപ്പൊ എന്നത്തെയും പോലെ മരുമകളുമായിട്ട് പ്രശ്നം ഉണ്ടാവുമല്ലേ? ആ, എന്നത്തെയും പോലെ തന്നെ. അവളോട് ഞാൻ പറഞ്ഞതാ, സുനില് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊരു ചാർജർ കൊണ്ട് തരണമെന്ന്. എല്ലാവർക്കും അവരവരുടെ ഫോണാന്നേ. എന്റെ കാര്യം ആര് നോക്കാനാ? എന്റെ ഫോൺ പഴയതാന്നേ, അതാ പ്രശ്നം. എന്റെ ചാർജറിനൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവളുടെ സ്ക്രീൻ കാർഡ് പോയത് മാത്രം ഓർത്തോള്. എന്റെ ചാർജറിന്റെ കാര്യം അവള് വിട്ടുപോയിന്നേ. എന്റെ ചാർജറിന്റെ അവിടെ ഞാൻ ടേപ്പ് ഒട്ടിച്ചാ ഉപയോഗിക്കണേ. ഇന്ന് രാവിലെ അതിന്റെ കാര്യത്തിന് തീരുമാനമായി. അത് കാരണം രാവിലെ എണീറ്റ് അവളുമായിട്ട് വഴക്കിട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് നോക്ക്, രാത്രി തൊട്ട് എന്റെ ഫോൺ ഓഫാന്നേ. ഓഫായിരുന്ന ഫോൺ എങ്ങനെ കിട്ടാനാടോ? അതിന് ഇത്ര മാത്രം ടെൻഷന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ എൻ്റെ മൊബൈലും ചാർജറും കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുമ്പിൽ കാണുന്ന ചായക്കടയിൽ പോയിട്ട് നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം, അപ്പം ചാർജാവും. അതുകൊണ്ട് എൻ്റെ കാര്യം നടക്കുമോ? ആ, നീ പറ. ഇന്നലെ നിനക്ക് എങ്ങനെയുണ്ട്? ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? ആ, ആഹാരമൊക്കെ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഷുഗർ കൂടിയിരിക്കുക ഇപ്പോൾ. ഇന്നലെ പെട്ടെന്നൊന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോണ്ടി വന്നു. അപ്പോഴേക്കും മരുമകൾ തുടങ്ങി ഉറക്കം കളയാനായിട്ടെന്ന്. ഡോക്ടർ മരുന്ന് തന്നു, അതുകൊണ്ട് ഇത്തിരി കൺട്രോളായി. അദ്ദേഹം റെസ്റ്റ് എടുക്കുക ഇപ്പം. ഞാൻ കുറച്ചേരം നടക്കാൻ ഇറങ്ങി, മനസ്സിനൊരാശ്വാസം. സരളയും ഉഷയും അവരവരുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോഴേക്കും അവിടെ ശ്രീമതി ടണ്ടൻ ആ വഴി ഓടി വരും. ശ്രീമതി ടണ്ടൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന സ്ത്രീയായിരുന്നു. അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ ഭയങ്കര സന്തോഷവതിയാണ്, ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. ആ പാർക്കിൽ എല്ലാവരും അവരെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കരുതുന്നതും. സരളയ്ക്കും ഉഷയ്ക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതും. ഗുഡ് മോർണിംഗ് സർല. ഗുഡ് മോർണിംഗ് ഉഷ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെന്തു പറ്റി? രണ്ടുപേരുടെയും വിഷമത്തിലുള്ള ഗുഡ് മോർണിംഗാ. എന്താ പ്രശ്നം? എല്ലാം ശരി തന്നെയാ, കുഴപ്പമൊന്നുമില്ല, ചുമ്മാ. ഓ ആണോ? ഓക്കെ, നമുക്ക് ജോഗിങ് ചെയ്യാം. നിങ്ങളും അങ്ങോട്ടേക്ക് വാ. ശ്രീമതി ടണ്ടൻ ജോഗിങ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകും. പുള്ളിക്കാരി പോയി കഴിയുമ്പം സരളയും ഉഷയും അവരെക്കുറിച്ച് സംസാരിക്കും. അപ്പോഴേക്കും വേറൊരു ലേഡിയും കൂടെ അവിടെ വരും. എന്തു തന്നെ പറഞ്ഞാലും ശ്രീമതി ടണ്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലായിട്ട് തോന്നില്ല അല്ലേ? നമ്മുടെ വീട്ടിൽ കണ്ടില്ലേ, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എപ്പോഴും ഓട്ടക്കായിരിക്കും അല്ലേ? എന്താ, രാവിലെ തന്നെ എന്റെ നാത്തൂൻ എന്നോട് വഴക്കിടാൻ വന്നു. എന്റെ പൊന്നാൻറ്റി, എന്റെ മകന് മാർക്ക് ഇത്തിരി കൂടുതൽ കിട്ടി. എന്നോട് പറയാ വീട്ടിലെ ജോലി ചെയ്യില്ല എന്ന്. അവളുടെ മകന് മാർക്ക് കുറഞ്ഞ് അവള് വീട്ടിലെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കാര്യമുണ്ടോ? വീട്ടിലെ ജോലി ഞാനും ചെയ്യുന്നതല്ലേ. എന്റെ മകൻ എന്നിട്ട് നല്ല മാർക്ക് മേടിച്ചില്ലേ? വീട്ടു ജോലി ചെയ്യാതിരിക്കാൻ ഒരാട്ടവാ അവളുടെ. ഞാൻ എന്തായാലും തീരുമാനിച്ചു, എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാറാൻ പോവാ. സമാധാനത്തോടെ ഒന്ന് ജീവിക്കണം. ആ, അത് നല്ല കാര്യാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു പോണില്ലെങ്കിൽ മാറുന്നാ നല്ലത്. ശ്രീമതി ടണ്ടൻ ശരിക്കും സുഖമായിട്ടാ ജീവിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടാൽ ആരെങ്കിലും പറയുമോ? നന്നായിരിക്കട്ടെ. പ്രോബ്ലം ഉണ്ടെന്നൊന്നും കണ്ടിട്ടൊന്നും തോന്നുന്നില്ല എനിക്കെന്തായാലും. സത്യമായിട്ടും നമുക്കിത്ര പ്രായമായി. പ്രായം ഇത്രയായെങ്കിലും ഞങ്ങളെ വിട്ടു പോകുന്നില്ലല്ലോ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും. നിന്റെ വയസ്സുണ്ടാവും എൻ്റെ മരുമകൾക്ക്. എൻ്റെ അടുത്ത് എപ്പോഴും ഉടക്കിക്കൊണ്ടിരിക്കും. സർലയുടെ മരുമകളും അങ്ങനെ തന്നെയാ. എന്ത് പറയാനാ, ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് ഉടക്കിന്ന് പറയുകയായിരുന്നു. ഞാനും എൻ്റെ നാത്തൂനും ആണെങ്കിൽ എപ്പോഴും ഇവിടെ ഒറ്റയ്ക്കായി പോയില്ലേ, അതിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും മാറാൻ പോവാ. വീട്ടിൽ നിന്ന് ഇനി ആരെങ്കിലും വന്നാലും വേണ്ടിയില്ല. ആൻറ്റി, ഞാൻ പോവാണേ. ഹസ്ബൻഡിന് പോവാൻ സമയമായേ, ആഹാരം ഉണ്ടാക്കണ്ടേ, അതാട്ടോ. സ്കൂളിൽ പിള്ളേരെ ആക്കിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാ ഞാൻ. ആഹാ, മോള് പൊക്കോ, ഞങ്ങളും പോവാ. വാ ഉഷ, നമുക്ക് ചായക്കടയിൽ പോയി ഒരു ഗ്ലാസ് ചായ കുടിക്കാം. നിന്റെ ഫോണും ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം അടുത്തുള്ള കടയിൽ നിന്ന് സരളയും ഉഷയും ചായ കുടിക്കാനായിട്ട് ഇരിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. അയ്യോ, മഴയാണേ കൂടിയല്ലോ. ഓട്ടോ പിടിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഒരു ഓട്ടോയിൽ പോകാം നമുക്ക്, എന്നിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോവാം. ആ ശരിയാ, പക്ഷെ ഓട്ടോ കിട്ടണ്ടേ നമുക്ക്? സരളയും ഉഷയും ഓട്ടോ തപ്പുകയായിരുന്നു, പക്ഷെ ഓട്ടോ കിട്ടിയില്ല. പെട്ടെന്നൊരു കാർ അവരുടെ മുമ്പിലേക്ക് വന്നു നിൽക്കും. കാറ് വേറെ ആരോ ഓടിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് ശ്രീമതി ടണ്ടൻ ഉണ്ടായിരുന്നു. സർല, ഉഷ വരൂ, എന്റെ കാറിലിരിക്കൂ. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ വീട്ടിലോട്ടാ പോന്നേ. മഴ കൂടി വരികയാണ്. വഴിയിൽ റോഡിലൊക്കെ വെള്ളം കയറിയാ പിന്നെ നിങ്ങൾക്ക് പോവാൻ പറ്റത്തില്ല. എന്താ ചെയ്യേണ്ടത്? ഇരിക്കല്ലേ.
നമുക്കിവിടുന്ന് ഓട്ടോയോ ടാക്സി ഇനി കിട്ടത്തില്ലല്ലോ. എന്നാ വാ, ഞങ്ങൾ വരാം. എന്തായാലും ഞങ്ങളെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. സരളയും ഉഷയും ശ്രീമതി ടണ്ടന്റെ കാറിൽ കയറിയിരിക്കും. ശ്രീമതി ടണ്ടൻ സരളേനെയും ഉഷേനെയും ചായ കുടിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കും. മഴ നല്ല കൂടുതലായിരുന്നു. മഴ കാരണം റോഡിൽ നല്ല വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചായ കുടിക്കാൻ സമ്മതിച്ചു. ശ്രീമതി ടണ്ടൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശ്രീമതി ടണ്ടൻ പണക്കാരിയായിരുന്നു. പക്ഷെ പൈസ കൊണ്ട് എല്ലാ സന്തോഷവും കിട്ടില്ല. ഈയൊരു കാര്യം ഉഷയ്ക്കും സരളയ്ക്കും അന്ന് മനസ്സിലായി. ശ്രീമതി ടണ്ടന്റെ ചിരിയുടെ പുറകിലുള്ള ആ ദുഃഖം അന്ന് മനസ്സിലായി. മമ്മി എത്ര നേരമായി വിളിക്കുന്നു, എവിടെയായിരുന്നു ഇതുവരെ? അമ്മ രാവിലെ ഇവിടുന്ന് കാറുമായി പോയതല്ലേ? ഒരോട്ടോ വിളിച്ചു പോയിക്കൂടായിരുന്നോ? എന്തിനാ കാറും കൊണ്ടുപോയത്? എനിക്ക് ഓഫീസിൽ സമയത്തിന് പോകണമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കൂടാതെ അമ്മയ്ക്ക് അറിയാലോ, ഞാൻ പപ്പയോട് ഇനി എന്ത് സമാധാനം പറയും? എനിക്കാണെങ്കിൽ സമയവുമില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് ജോലിയുള്ളതാ. മമ്മിക്കറിയാമോ പപ്പ എത്ര ബുദ്ധിമുട്ടിച്ചോന്ന്? മമ്മിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് വാക്കിന് പോയാൽ മതി. ചായ മുഴുവൻ ബെഡിൽ വീഴ്ത്തി അറിയോ? ഇതുവരെ വേലക്കാരിയും വന്നിട്ടില്ല. പപ്പ നഷ്ടപ്പെടുത്തിയതേ വിലക്കൂടിയ ബെഡ്ഷീറ്റാണ്. സോറി മക്കളെ, അത് ഞാൻ ഇനി കൊണ്ടുപോയില്ല കാറ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇന്ന് എന്റെ കൂടെ 2 കൂട്ടുകാരികളുണ്ട്. പതുക്കെ പറയാമോ, അവര് കേൾക്കൂലേ, അതാണ്. സരളയും ഉഷയും ശ്രീമതി ടണ്ടന്റെ മകന്റെയും മരുമകളുടെ സംസാരം കേട്ടു. ശ്രീമതി ടണ്ടൻ ഒരു വീൽചെയറും കൊണ്ട് ചെറിയൊരു മുറിയിലേക്ക് പോവും. സരളയും ഉഷയും ശ്രീമതി ടണ്ടന്റെ പുറകെ ആ മുറിയിലേക്ക് പോകും. ഇതെന്റെ ഭർത്താവാ, മിസ്റ്റർ ടണ്ടൻ. കുറച്ചാള് മുമ്പ് ആക്സിഡന്റ് നടന്നു. അതിൽ കാല് നഷ്ടപ്പെട്ടു. അതിനുശേഷം നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിന് വയസ്സായതുകൊണ്ട് ഇനി ശരിയാവില്ല എന്നൊക്കെയാ. ഇദ്ദേഹത്തിന് ഇനി നടക്കാൻ കഴിയില്ല. എന്തിനാ ഇനി വീണ്ടും കരയുന്നേ? എന്റെ ഉമ്മയെ എനിക്ക് എപ്പോഴും പുഞ്ചിരിയോടെ കാണണം. സോറി ഉമ്മ, ചായക്കപ്പന്റെ കയ്യിൽ നിന്ന് വഴുതി വീണു. താഴെ ചായ പോവുകയും ചെയ്തു. അത് കുഴപ്പമില്ല, ഇതെന്റെ കൂട്ടുകാരികളാ. എന്നും മോർണിംഗ് വാക്കിന് പോകുമ്പോ ഇവരെ എപ്പോഴും ഞാൻ കാണും അവിടെ. ഇതാണ് സരള, ഇത് ഉഷ. ഞാനിപ്പോ പോയി നമുക്ക് എല്ലാവർക്കും ചായ ഇടാമേ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് നടക്കാൻ പോവാം. അന്ന് സരളയ്ക്കും ഉഷയ്ക്കും മനസ്സിലായി, ഒരു ചിരിക്കുന്ന മുഖത്തിന്റെ പുറകിൽ എത്ര ദുഃഖമുണ്ടെന്ന്. അതാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ എന്തു തന്നെ വന്നാലും സന്തോഷിക്കാൻ പറ്റും നമുക്ക്. ആ ഒരു കാര്യം ശ്രീമതി ടണ്ടനിൽ കാണാൻ പറ്റും സരളയ്ക്കും ഉഷയ്ക്കും. അതേ ദിവസം ഉഷ പോയിട്ട് ചാർജറും കേബിളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. സരളയാണെങ്കിൽ മകനോടും മരുമകളോടും ഉള്ള വഴക്കൊക്കെ നിർത്തി. സ്വന്തം ഭർത്താവിനെ അവള് തന്നെ നോക്കാൻ തുടങ്ങി. ആർക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെന്താ, ചെറിയ ചെറിയ വഴക്കുകളില്ലാത്ത കുടുംബമില്ലല്ലോ. അതങ്ങനെ തന്നെ പോയി. എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജീവിതം ഒരിക്കലേ ഉള്ളൂ. സന്തോഷമായാലും ദുഃഖമായാലും എപ്പോഴും നമ്മുടെ അത് കൂടെ തന്നെ ഉണ്ടാകും. കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി. ഷോപ്പിംഗ് എല്ലാം നീയല്ലേ ചെയ്തത്? ആരാ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞത്? പൈസ വേണമെങ്കിൽ ഞാൻ തരാമായിരുന്നല്ലോ. അങ്ങനെയല്ല, ഈ മോളിലെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓ, പിന്നെ നിന്റെ പഴഞ്ചൻ രീതികൾ. ശരി, വാ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. നമുക്ക് ഇളനീർ കുടിച്ചാലോ? എന്താ, ഇളനീരോ? ശരി, അങ്ങനെ തന്നെ ആകട്ടെ. പൂജയും പൂനവും കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. പൂജയ്ക്ക് നഗരത്തിന്റെ കാഴ്ചകളും അവിടുത്തെ ജീവിതത്തെയും വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ പൂനത്തിന് ഈ തിരക്കുകളും പരിഷ്കാരങ്ങളും ഒന്നും അത്രയ്ക്കിഷ്ടമായിരുന്നില്ല. വാവ്, നല്ല രസമുണ്ട്. എന്ത് രസം? ഒരു മധുരമുള്ള വെള്ളം. അല്ലാതെ ഈ ഇളനീരിന് എന്ത് രസമാണ് ഉണ്ടാകേണ്ടത്? വിഷം ചേർത്ത് കൂൾ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നിനക്ക് എന്ത് രസമാണ് തോന്നുന്നത്? അതിനകത്ത് സോഡയുണ്ട്, ഫിസ്സുണ്ട്. അത് കുടിച്ചാൽ ദാഹവും ക്ഷീണവും മാറുന്നു. അടിപൊളി റിഫ്രഷിംഗ് ഫീലാണ് ഉണ്ടാകുന്നത്, യുനോ. ഓഹോ, എങ്കിൽ മാഡം പൂജ, ഈ ഇളനീർ കുടിക്കുമ്പോൾ ഞാനും റിഫ്രഷ് ആകുന്നുണ്ട്. മനസ്സിലായോ? ശരി ശരി, നീ ജയിച്ചു, ഞാൻ തോറ്റു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ വീടുകളിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം കോളേജിൽ. പൂനം, ഞാൻ ടിഫിനിൽ സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഞാൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് വേണോ? വേണ്ട, എനിക്കത് വേണ്ട. മാങ്ങയ്ക്ക് എന്താ കുഴപ്പം? വല്ലപ്പോഴും അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. ഞാൻ മാമ്പഴമൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. എന്തൊക്കെ കെമിക്കൽസ് ആണ് ഇതിൽ കുത്തിവെക്കുന്നതെന്ന് നിനക്കറിയാമോ? അത് ചീത്തയാകാതിരിക്കാനും പെട്ടെന്ന് പഴുക്കുന്നതിനും മാവുകളിൽ മലിനജലം പോലും ഒഴിക്കാറുണ്ട്. എന്ത് മലിനജലമോ? നമുക്ക് ഈ നഗരത്തിൽ കുടിക്കാൻ പോലും ശുദ്ധജലം കിട്ടാനില്ല. അപ്പോൾ ഈ മരങ്ങളിൽ മിനറൽ വാട്ടർ എടുത്ത് ഒഴിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. പക്ഷെ ഈ മാങ്ങകൾ നഗരത്തിൽ നിന്നല്ല. ഇത് എന്റെ അയൽപക്കത്തുള്ള അങ്കിൾ അവരുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരെണ്ണം കഴിച്ചു നോക്കൂ. ഈ മാമ്പഴത്തിന് നല്ല സ്വാദുണ്ടല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ല മാമ്പഴം ഞാൻ കഴിക്കുന്നത്. ഇത്ര നല്ല മാങ്ങ ഗ്രാമങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നും ഗ്രാമത്തിലെ മാങ്ങ കഴിക്കണമെങ്കിൽ ഗ്രാമത്തിലെ ആളെ കല്യാണം കഴിക്കണം.
അപ്പോൾ ഡെയിലി മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കാം. അത് ശരി തന്നെയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ മോളും സിനിമാ ഹാളും ഉണ്ടാകുമോ എന്തോ. പൂജയുടെ വർത്തമാനം കേട്ട് പൂനത്തിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിധി മറ്റൊരു കളിയാണ് കളിച്ചത്. പൂജയുടെ പപ്പയുടെ കൂട്ടുകാരൻ ഗ്രാമത്തിൽ വലിയൊരു കർഷകനായിരുന്നു. അവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. പിന്നീട് പൂജയുടെ പപ്പ നഗരത്തിലേക്ക് വരികയായിരുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ സൗഹൃദം ബന്ധത്തിലേക്ക് വഴിമാറി. പൂജയുടെ വിവാഹം അരുണിന്റെ മകൻ ആരുഷുമായി നടന്നു. ഒരു ദിവസം, നിനക്ക് ഗ്രാമം ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അങ്ങനെയല്ല. കുട്ടിക്കാലം മുതൽ നഗരത്തിൽ പഠിച്ചു വളർന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് നഗരം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിവിടം വളരെ ഇഷ്ടമാണ്. ഞാനും ഇവിടെയല്ലേ ജനിച്ചു വളർന്നത്. എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് നിനക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ്. ഹേയ് പൂജാറാണി, നീ ശരിക്കും ഗ്രാമത്തിലെ ആളായി മാറിയല്ലേ? എന്ത് ചെയ്യാനാ, പപ്പ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചു. നീ പറ്റില്ല എന്ന് എന്താ പറയാത്തത്? പക്ഷേ എനിക്ക് ആരുഷിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അയാളെ കല്യാണം കഴിച്ചാൽ ഗ്രാമത്തിലേക്ക് വന്നല്ലേ പറ്റുകയുള്ളൂ. ആ, അത് ശരിയാണ്. പിന്നെ കയ്പും മധുരവും ഒരുമിച്ച് കിട്ടുകയില്ലല്ലോ. അവിടെ നിനക്ക് എല്ലാ സാധനങ്ങളും നല്ല ശുദ്ധമായി കിട്ടുന്നുണ്ടാവുമല്ലോ. ഇളനീരും ഇഞ്ചക്ഷൻ വെക്കാത്ത മാമ്പഴവും എല്ലാം. അതെ, ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആരുഷും അവന്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ എന്നും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. വേറൊരു കാര്യം അറിയാമോ? എന്താ, പറയൂ. ഞങ്ങളുടെ വീട് മാന്തോട്ടത്തിന്റെ തൊട്ട് ചേർന്നാണ്. എന്തൊരു ഫീലാണെന്നറിയാമോ? ശരിക്കും? അതെ, ശരിക്കും വലിയൊരു വീടും അതിനു ചുറ്റും ഏകദേശം ഒരു 300-400ഓളം മാവുകളുമുണ്ട്. എടി, എനിക്ക് നിന്നോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ആയുഷ് എന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അയാളുടെ കല്യാണം എന്തായിരുന്നാലും കഴിഞ്ഞു മാഡം. എന്തായാലും ഇവിടേക്ക് കാണാൻ നീ ഇങ്ങോട്ട് വാ. പപ്പ പറഞ്ഞു അടുത്ത മാസം മുതൽ മാങ്ങ കിട്ടിത്തുടങ്ങുമെന്ന്. ശരി, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ അമ്മായി ആരതി അവളെ വിളിച്ചു. പൂജ, അവിടെ മുറിയിൽ എന്ത് ചെയ്യുകയാണ്? പുറത്തേക്ക് വരൂ. ദാ വരുന്നു അമ്മേ. ഞാൻ മുളക് അച്ചാർ ഇടാൻ പോവുകയാണ്. നീയും പഠിച്ചോളൂ. അതോ നിനക്കിത് ഇടാൻ അറിയാമോ? എനിക്കറിയില്ല അമ്മേ. അത് സാരമില്ല, ഇന്ന് നമുക്ക് മുളക് അച്ചാർ ഇടാം. അത് കഴിഞ്ഞ് മാങ്ങ അച്ചാർ തയ്യാറാക്കാം. പൂജയും ആരതിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂജയുടെ അമ്മായിയച്ഛൻ അരുൺ അവിടേക്ക് വന്നു. അമ്മയും മരുമകളും എന്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ഞാൻ പൂജയ്ക്ക് മുളക് അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷേ മാങ്ങ അച്ചാർ ഇതിനേക്കാളും രുചികരമാണ്. ഈ മാന്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ ലഭിക്കുമായിരിക്കും അല്ലേ പപ്പ? ഇത്രയധികം മാങ്ങ ഉപയോഗിച്ച് അങ്ങ് എന്താണ് ചെയ്യുന്നത്? മോളെ, മാങ്ങ മുഴുവനും നിന്റെ ഭർത്താവും നിന്റെ അമ്മയും കൂടി തിന്നു തീർക്കും. കുറച്ചു ബാക്കി വരുന്നത് ഒരു കച്ചവടക്കാരന് കൊടുത്ത് അതിന്റെ പണം ഞാൻ വാങ്ങും. അങ്ങക്ക് എങ്ങും പോകാതെ തന്നെ അതെല്ലാം കൊടുക്കാൻ കഴിയുമല്ലോ. ആ, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ കച്ചവടക്കാരൻ വളരെ കുറച്ചു വിലയേ ഇടാറുള്ളൂ. എന്നുവെച്ചാൽ ഗ്രാമത്തിൽ ഒരുപാട് പേർക്ക് മാന്തോട്ടങ്ങളുണ്ട്. കുറച്ചു വിലയ്ക്ക് മാങ്ങ കൊടുക്കുന്നവരുടെ അടുക്കൽ നിന്നും ഈ കച്ചവടക്കാരൻ വാങ്ങും. അതുകൊണ്ട് വില പേശി വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്രാമവാസികൾ മുഴുവൻ നഷ്ടത്തിലാണ് മാങ്ങ വിൽക്കുന്നത്. എന്ത് റേറ്റിനാണ് അവരെടുക്കുന്നത്? 100 കിലോ വിൽക്കുമ്പോൾ 1500 രൂപ അടുപ്പിച്ചേ കിട്ടാറുള്ളൂ. അപ്പോൾ ഒരു കിലോയ്ക്ക് വെറും 15 രൂപയോ? നമ്മുടെ നഗരത്തിൽ ഇത്രയും മധുരമുള്ള മാങ്ങയ്ക്ക് കിലോയ്ക്ക് 80 മുതൽ 100 രൂപ വരെയാണ് വാങ്ങുന്നത്. അതൊക്കെ എനിക്കറിയാം. അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് കേട്ട് പൂജ ആകെ അസ്വസ്ഥയായി. കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരി പൂനം ഗ്രാമത്തിലേക്ക് എത്തി. ആ നഗരത്തിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലിയും മെട്രോയിലുള്ള 3 മണിക്കൂറിലേറെ നീണ്ട യാത്രയും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. ഇവിടെ എന്തുമാത്രം ശാന്തിയും സമാധാനവുമാണ്. ഒരു മിനിറ്റ്, നീ ജോലിക്ക് കയറിയോ? ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. സാലറി ഒന്നും അത്രയ്ക്കില്ല. എനിക്ക് ഒരു ജോലിയുമില്ല. എന്നാലും ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. തോട്ടത്തിലെ പണിക്കാരും മറ്റ് ജോലികൾ ചെയ്യുന്നവരുമായി കുറേ പേർ. പൂനവും പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമം കാണാനായി പുറത്തേക്കിറങ്ങി. പകുതിയോളം മാങ്ങകൾ വിറ്റു. 100 കിലോയ്ക്ക് 1400 രൂപയെ കിട്ടിയോളൂ. ഇത് വളരെ കുറവാണെങ്കിൽ അങ്ങേക്ക് നേരിട്ട് നഗരത്തിൽ മാങ്ങ കച്ചവടം ചെയ്തുകൂടെ? നഗരത്തിൽ നമുക്ക് ആരെയും അറിഞ്ഞുകൂടല്ലോ. അവിടെ ചെന്നിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമുക്ക് മാങ്ങ വിൽക്കാൻ കഴിയുമോ? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് അവർ ആലോചിച്ചു. പൂജ, എന്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. ഇത് പറഞ്ഞ് പൂനം പൂജയുടെ വീട്ടുകാരെ മുഴുവൻ വിളിച്ചു. നമ്മൾ ഇവിടെ നിന്ന് മാങ്ങയുടെ കച്ചവടം നടത്തും. ഈ ഓർഗാനിക് മാങ്ങകളുടെ ബ്രാൻഡിംഗ് ഞാൻ ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ മാങ്ങ അച്ചാറുകളും മാംഗോ ജ്യൂസും മാങ്ങ കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഞാൻ അതിന് തയ്യാറാണ്. എങ്കിൽ ഗ്രാമത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇവിടുത്തെ മാമ്പഴം നമുക്ക് നഗരങ്ങളിൽ എത്തിക്കാം. അടുത്ത ദിവസം മുതൽ തന്നെ പൂജയും പൂനവും കൂടി ലൈസൻസിന്റെയും മറ്റു കാര്യങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, പൂനം, നിനക്ക് വളരെയധികം നന്ദി. നീ ഈ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. പൂജ, എനിക്ക് നിന്റെ കൂട്ടുകാരിയിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അതെ പപ്പ, ഇതൊക്കെ ഇവളെ ഞാനാണ് പഠിപ്പിച്ചത്. പൂനത്തിന് കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നുകൂടെ? അതാ ഞങ്ങളുടെ ആഗ്രഹം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്റെ ജോലി നഗരത്തിലല്ലേ, കുടുംബവും അവിടെയാണ്. പൂജ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഗ്രാമമാണ് വളരെ ഇഷ്ടമെന്ന്.
എന്റെ സഹോദരനൊരു മകനുണ്ട്, പുനീത്. അവന് കല്യാണ ആലോചന നടന്നു വരികയാണ്. അടുത്ത ഗ്രാമത്തിൽ അവന് വലിയ തോട്ടമൊക്കെ ഉണ്ട്. എന്താ, ആലോചിക്കാൻ പറയട്ടെ? ആരതിയുടെ വാക്കുകൾ കേട്ട് പൂനം ആകെ നാണിച്ചുപോയി. പൂനവും പൂജയും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ പിന്നെയും കൂടുതൽ ദൃഢമായി തുടർന്നു. Thanks for watching.